ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത സംഭവങ്ങളാണ് പല രാജ്യങ്ങളെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇവരെയും നടുക്കുന്നതാണ്. സൂപ്പർ ഫ്ലഡ് എന്ന രീതിയിൽ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് നിലവിൽ പാകിസ്ഥാൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ആകട്ടെ പരിപൂർണമായി അണക്കെട്ടുകളൊക്കെ തന്നെ തുറന്നുവിട്ടിരിക്കുന്നു. ഇതിനു മുൻപ് 2 തവണ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ വെള്ളത്തിനടിയിലാകുമെന്ന്. അതുകൂടാതെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് നടുക്കുന്ന ചില വിവരങ്ങളാണ്. ഭൂമി 2ആയി പിളർന്നുകൊണ്ട് നിരവധി ആളുകൾ ആ ഭൂമിക്കടിയിലേക്ക് പോയി 1000-ഓളം ആളുകൾ മരിക്കാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. 10,000-ത്തിനടുത്ത ആളുകൾ വീടും വീട്ടുകാരുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആശങ്കയാണ് ഇവരും പങ്കുവയ്ക്കുന്നത്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലാണ് കുനാർ പ്രവിശ്യയിൽ ഒരു വൻ ഭൂകമ്പമുണ്ടായത്. ഈ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 800 കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 2500-ലധികം ആളുകൾക്ക് ഇതിനോടകം തന്നെ പരിക്ക് സംഭവിച്ചുവെന്നും പറയുന്നു. റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി ഈ ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് പലയിടത്തും ഇതുവരെയും രക്ഷാപ്രവർത്തനത്തിന് പോലും അടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നൂർഗുൽ, സോക്കി, വാട്ട്പൂർ, മനോക്കി, ചപ്പാഡോർ തുടങ്ങിയ ജില്ലകളെ ഈ ഭൂകമ്പം വലിയ തോതിൽ തന്നെ ബാധിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നതും ഈ ജില്ലകളിൽ തന്നെയാണ്. ഇനി അതുമാത്രമല്ല, പാകിസ്ഥാനിലെ പല മേഖലകളിലും ഇതിന്റെ കുലുക്കം പോലും അനുഭവപ്പെട്ടിരിക്കുന്നു. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം ഇതുവരെയും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അഫ്ഗാൻ മന്ത്രി ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നു, മരണസംഖ്യ ഇനിയും ഉയരും. ഈ കണ്ടതല്ല കണക്ക്. ഇതുവരെയും നമുക്ക് ആ പരിസരത്തേക്ക് അടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒട്ടേറെ പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രദേശത്ത് എത്തിച്ചേരാനുള്ള ദുർഘടം പിടിച്ചൊരു വഴി ആയതുകൊണ്ട് ആ പ്രയാസം അഭിമുഖീകരിക്കുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെയും സ്ഥലത്തെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. പരിക്കേറ്റവരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റി അവർക്ക് വേണ്ട ചികിത്സകൾ നൽകുകയാണ്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതോടെ ഈ മരണസംഖ്യ കുത്തനെ ഉയരുമെന്ന ഒരു ഭീതിയാണ് കുനാൻ പ്രവിശ്യ വിവര മേധാവി നജീബുള്ള ഹനീഫ് നിലവിൽ അഫ്ഗാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പ്രാദേശിക സമയം രാത്രി ഏകദേശം ഒരു 11:47 ഈ ഭൂകമ്പം സംഭവിച്ചതായി അമേരിക്കൻ ജിയോളജിക്കൽ സർവേ പറയുന്നത്. നൻഗഹാർ പ്രവിശ്യയിലെ ജലാലാബാദിൽ നിന്നും 27 കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. 8 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂകമ്പം സംഭവിച്ചത്. വൻ നാശനഷ്ടം രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകൾ തകർന്നു. 100-കണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കടിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. അവരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രാഥമിക പരിഗണന നൽകുന്നത്. ഈ ദുരന്തത്തെ നേരിടാൻ വേണ്ടി അന്താരാഷ്ട്ര സമൂഹം തങ്ങളെ സഹായിക്കണമെന്നാണ് താലിബാൻ സർക്കാർ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. തങ്ങളാൽ ഒറ്റയ്ക്ക് കഴിയും വിധത്തിലല്ല ഈ ദുരന്തം ഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല. 2022-ലും 2023-ലും സമാനമായി തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായിരുന്നു. അന്ന് 2000-ഓളം ആളുകളാണ് മരിച്ചത്. ഇതും ഏകദേശം അതിനോടടുത്തെത്തുമെന്നുള്ള ഭയം തന്നെയാണ് താലിബാൻ പങ്കുവെക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശത്തും ഭൂചലനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. ആദ്യ ഭൂചലനത്തിന് പിറകെ ശക്തമായ തുടർചലനങ്ങൾ ഉണ്ടായി. അത് ആഘാതം വർദ്ധിപ്പിച്ചു. തുടർചലനമാകട്ടെ റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം പാകിസ്ഥാനിലും ഇന്ത്യയിലും അടക്കം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഭൂകമ്പത്തിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണ് നിരവധി ആളുകൾ, പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുവിധം ആളുകളൊക്കെ തന്നെ വീടിനുള്ളിലായിരുന്നു. അവരൊക്കെ മരണപ്പെട്ടിരിക്കുന്നു. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഉടനീളം നിരവധി സെക്കൻഡുകൾ ഈ ഭൂകമ്പം നിലനിന്നിരുന്നു. ആ സെക്കൻഡുകൾ കൊണ്ട് ഒട്ടനവധി കെട്ടിടങ്ങളാണ് നിലം പതിച്ചത്. 370 കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദും കിടുകിടെ വിറച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച വരെ നൻഗഹാർ പ്രവിശ്യയിലുണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ 5 പേർ കൊല്ലപ്പെട്ട് വിളകളും സ്വത്തുക്കളും ഒക്കെ തന്നെ നശിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ഒരു കൊടും ദുരന്തം കൂടി അവരെ വിട്ടുമാറാതെ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ചരിത്രത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്ക കെടുതി അനുഭവിക്കുകയാണ് ഇപ്പോൾ. പാകിസ്ഥാനിലെ നദികളിലൊക്കെ വെള്ളം എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വലിയ പ്രളയമാണ് അവരെ തേടിയെത്തിയിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിലും പ്രളയത്തിലുമായി നിരവധി ആളുകൾ മരണപ്പെടുമെന്ന ആശങ്ക ഇതിനോടകം തന്നെ അവിടെ പങ്കുവയ്ക്കപ്പെടുകയാണ്. ആഗോളതാപനം മൂലം മഴക്കാലം സാരമായൊരു കെടുതി പാകിസ്ഥാനിൽ വിതച്ചിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്ന മേഖലയാണ് പാകിസ്ഥാനിലേത്. ജമ്മു കാശ്മീരിൽ സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ്.
ഇവിടെ നിന്നും താവി നദിയിൽ ജലനിരപ്പ് ഉയരുന്നു. പാകിസ്ഥാനിലേക്ക് അണക്കെട്ടുകൾ തുറന്നുവിടേണ്ട സാഹചര്യം നമുക്കുണ്ടെന്ന് നയതന്ത്ര തലത്തിലൂടെ 2 തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിരുന്നു. മേഘവിസ്ഫോടനവും അതിശക്ത മഴയും മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനുമൊക്കെ കാരണമായി മാറിയിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് പ്രളയക്കെടുതി അതിരൂക്ഷമായിട്ടുള്ളത്. കിഴക്കൻ പഞ്ചാബിലും അസാധാരണമായ മഴ പെയ്തിറങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതിന് പിറകെ തന്നെ ഇന്ത്യയിൽ നിന്നും ഡാമുകൾ തുറന്നുവിട്ടത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ താഴ്ന്ന മേഖലയിലൊക്കെ ഇത് പ്രളയത്തിന് കാരണമായി. 2 ദശലക്ഷത്തിലധികം ആളുകളെയാണ് ഈ വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നത്. സത്ലജ്, ചിനാബ്, രവി നദികളിലൂടെ അസാധാരണമായ രീതിയിൽ വെള്ളം കുത്തൊഴുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പഞ്ചാബിലെ പ്രൊവിൻഷ്യൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വെള്ളപ്പൊക്ക സാധ്യത പഞ്ചാബിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് മുന്നറിയിപ്പില്ലാതെ നദികളിലേക്ക് വെള്ളം എത്തിയതിന് പിറകെ ഇത് സംഭവിച്ചിരിക്കുന്നുവെന്നാണ് പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റി ഡയറക്ടർ ജനറൽ ഇർഫാൻ കത്തിയ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞത്. മുന്നറിയിപ്പില്ലാതെ ചെനാബ് നദിയിലേക്ക് വലിയ രീതിയിൽ ഇന്ത്യ വെള്ളം തുറന്നു വിട്ടുവെന്നാണ് ഇർഫാൻ ആരോപിക്കുന്നത്. ഇതിനു മുൻപ് ഇന്ത്യ പല തവണയായി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. നദികളിലേക്ക് വെള്ളം തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട് സിന്ധു നദീജല കരാർ ഉടമ്പടി ഉണ്ടായിരുന്നപ്പോൾ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുമായിരുന്നു. പാകിസ്ഥാന്റെ പ്രവൃത്തി മൂലം അത് നാം മരവിപ്പിച്ചിരിക്കുന്നു, നിർത്തലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നയതന്ത്ര തലത്തിലൂടെയുള്ള കൈമാറ്റം അല്ലാതെ മറ്റൊരു കൈമാറ്റവും ഇന്ത്യയെ സംബന്ധിച്ച് ഇനി സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സലാൽ അണക്കെട്ട്, നങ്കൽ അണക്കെട്ട്, ഹരിക്കെ ബരാജ് അണക്കെട്ടിൽ നിന്നൊക്കെയാണ് ചെനാബിലേക്ക് വലിയ തോതിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നതെന്നാണ് പ്രവിശ്യ ദുരന്ത നിവാരണ അതോറിറ്റിയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രളയബാധിത മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. രാജ്യത്തെ കാർഷിക മേഖലയിൽ ഏറെ നിർണായകമായ ഒരു മേഖലയാണ് പഞ്ചാബ് പ്രവിശ്യ എന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ ഗോതമ്പ് പ്രധാനമായി എത്തിക്കുന്നത് പഞ്ചാബിൽ നിന്നാണ്. ജൂലൈ 1-നും ഓഗസ്റ്റ് 27-നും ഇടയിൽ മാത്രം 25% അധിക മൺസൂൺ മഴയാണ് പാകിസ്ഥാനിൽ പെയ്തിറങ്ങിയത്. കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ദുരന്തങ്ങൾ ഓരോന്നോരോന്നായി പാകിസ്ഥാനെ ഓരോ തവണയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. 849 പേർ ഇതിനോടകം തന്നെ പ്രളയക്കെടുതി മൂലം മരണപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ജൂൺ 26 വരെ 1130 പേരാണ് പ്രളയക്കെടുതിയിൽ പരിക്കേറ്റത്. ഇത്തരത്തിൽ പാകിസ്ഥാന്റെ തലയ്ക്ക് മുകളിൽ കാലൻ സംഹാര താണ്ഡവം വിളയാടുന്നു എന്ന് വേണം ഇതിലൂടെ പറയേണ്ടത്.